ഹലോ, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ വീഡിയോ നല്ല കടികേറി നിൽക്കുന്ന കടിയന്മാർക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, കളിയിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ടൈപ്പ് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. കൂടാതെ പ്രായപൂർത്തിയായവർ മാത്രം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഭാഗത്തിലെ ഒന്നാമത്തെ സിനിമയാണ് 2008 റഷ്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ അഡൾട്ട് കോമഡി സിനിമയാണ് അബ്സഡിസ്ഥാൻ. ഒരുപാട് വലിച്ചു നീട്ടാതെ തന്നെ ചിത്രത്തിന്റെ ഒരു ഏകദേശ കഥാരൂപം പറഞ്ഞു തരാം. വെള്ളം കിട്ടാത്തൊരു നാട്, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ആ നാട്ടിലെ പുരുഷന്മാർ സ്ത്രീകളെ സഹായിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ വെള്ളം കിട്ടുന്നതുവരെ അവരുമായി സെക്സിൽ ഏർപ്പെടില്ലെന്ന് ആ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു. ഇതിന് തുടക്കം കുറിച്ച ആയ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന അവളുടെ കാമുകൻ മെൽക്കോ ഏതു വിധേനയും ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇതേ സമയം ഈ ഒരു സാധനം കിട്ടാതെ വട്ടം തിരിയുന്ന ആ നാട്ടിലെ പുരുഷന്മാരുടെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്നു. 1 മണിക്കൂറും 27 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു കേട്ടോ. രണ്ടാമത്തെ സിനിമയാണ് അതെ, മോണിക്ക ബെല്ലൂച്ചി പ്രധാന വേഷത്തിലെത്തി 2000 ഇറ്റാലിയൻ ഭാഷയിൽ പുറത്തിറങ്ങി നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് മെലീന. ഇനി സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം. സിനിമ കാണാത്തവർക്ക് വേണ്ടി 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഇറ്റലിയിലെ ഒരു ചെറു പട്ടണമാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. 13 വയസ്സുകാരനായ റെനേറ്റോ എന്ന കുട്ടിക്ക് യുദ്ധത്തിനിടയിൽ ഭർത്താവ് മരണപ്പെട്ട വിധവയായ മലേന എന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയോട് തോന്നുന്ന പ്രണയമാണ് സിനിമയുടെ ഏകദേശ കഥാരൂപം. തുടർന്ന് നടക്കുന്ന കുറച്ച് ഒളിഞ്ഞുനോട്ടവും മറ്റ് വെടിക്കെട്ട് സംഭവങ്ങളിലൂടെയും സിനിമ പുരോഗമിക്കുന്നു. അതുപോലെ 13 വയസ്സുള്ള കൗമാരക്കാരന്റെ കടി എത്രത്തോളം ഉണ്ടെന്നുമാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ഈ അടുത്ത കാലത്ത് തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഡാർക്ക് കോമഡി സിനിമയാണ് പെരിസ്. സിനിമയുടെ പേര് പോലെ തന്നെ പെരിസായിട്ടുള്ളൊരു സാധനം പൊന്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ ഒരു സിനിമ. എന്താണ് സംഭവം എന്ന് ഒന്നുകൂടി വിശദമാക്കി തരാം. TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മരിക്കുന്നു. പക്ഷേ മക്കൾ വന്നു നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ച പുള്ളിക്കാരന്റെ സാമാനം പൊങ്ങിയാണ് നിൽക്കുന്നത്. പിന്നീട് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അത് മറച്ചു വെക്കാനായി വീട്ടുകാർ നടത്തുന്ന വളരെ രസകരമായ തത്രപ്പാടാണ് ഈ ഒരു ഡാർക്ക് കോമഡി ചിത്രം പറഞ്ഞു പോകുന്നത്. ഇതൊരു തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയെ പറ്റി അധികമായി അങ്ങ് പറഞ്ഞ് കുളമാക്കുന്നില്ല. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മലയാളത്തിലുമുണ്ട് ഈ ഒരു സിനിമ. ലിസ്റ്റിലെ 4ാമത്തെ സിനിമ 2002 കൊറിയൻ ഭാഷയിൽ പുറത്തിറങ്ങിയ കോമഡി റൊമാൻറ്റിക്കൽ സിനിമയാണ് സെക്സി സീറോ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ ജേണറിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥ എന്നൊഴിച്ചാൽ കഥാപരമായി ഒന്നും തന്നെ ഈ ഒരു സിനിമയിലില്ല. അപ്പോൾ സിനിമയുടെ കഥ ഇത്രയേ ഉള്ളൂ. തന്റെ മിലിറ്ററി ജീവിതത്തിനിടയിൽ വൈകി കോളേജിൽ ചേരേണ്ടി വരുന്ന മാടപ്രാവിന്റെ മനസ്സുള്ള യുൻസിക്ക് കോളേജിലെ തന്നെ സുന്ദരിയായ യുൻഹയോ എന്ന മറ്റൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നുകയും അവളുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്യുന്ന ഓരോ തരികിട പരിപാടികളും അതുപോലെ ഇരുവരുടെയും സുഹൃത്തുക്കളുടെയും കോളേജ് കാലഘട്ടത്തിലെ വളരെ രസകരമായ സംഭവ വികാസങ്ങളുമാണ് സെക്സി സീറോ എന്ന സിനിമ പറഞ്ഞു തീർക്കുന്നത്. കോളേജ് കുട്ടികളായതുകൊണ്ട് തന്നെ നഗ്നതയും തെറിവിളികൾക്കും യാതൊരു കുറവും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സ് പൂർത്തിയായവർ മാത്രം സിനിമയെ സമീപിക്കുക. ലിസ്റ്റിലെ 5ാമത്തെ സിനിമ ഷോൺ ബേക്കറിന്റെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ കോമഡി ഡ്രാമ സിനിമയാണ് അനോറ. അമേരിക്കയിലെ ഒരു ഡാൻസ് ബാറിൽ ജോലി ചെയ്യുകയാണ് അനോറ എന്ന ആനി. റഷ്യയിലെ അതിസമ്പന്നനും അതുപോലെ നല്ല കടിയുള്ള ഇവാൻ എന്ന ചെറുപ്പക്കാരൻ അവിടേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നു. അങ്ങനെ ഡാൻസ് ബാറിൽ വെച്ച് ഇവാനിന് ആനിയോട് ഇഷ്ടം തോന്നുകയും ഇവാൻ ഒരാഴ്ച അവളുമായി ചിലവഴിക്കുന്നു. പക്ഷേ അതൊരു വല്ലാത്ത ചിലവഴിക്കൽ തന്നെയായിരുന്നു. അളവില്ലാത്ത പണത്തിന്റെ ബലത്തിൽ അവർ കൂട്ടുകാരുമൊത്ത് അർമാദിക്കുന്നു. പിന്നീട് ഈ വിവരമറിഞ്ഞ ഇവാന്റെ അച്ഛനും അമ്മയും അമേരിക്കയിലെത്തുന്നു. അതിനുശേഷം ഒരു പ്രിയദർശൻ സിനിമ എന്ന പോലെ കോമഡി ട്രാക്കിലേക്ക് മാറുകയാണ് ഈ ഒരു സിനിമ. 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പാംഡോ അവാർഡ് നേടിയ സിനിമയാണ് അനോറ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ ഭാഗത്തിലെ അവസാന സിനിമയാണ് 2012 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ചിത്രമാണ് ടെഡ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കടിമൂത്ത ടെഡ്. അധികം കൂട്ടുകാരൊന്നുമില്ലാത്ത എന്നാൽ നല്ലവനായ ഒരു കുട്ടി എല്ലായിടത്തും ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ബാലനാണ് നമ്മുടെ കഥാനായകനായ ജോൺ ബെന്നറ്റ്. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്തിന് വേണ്ടി അതിയായി ആഗ്രഹിച്ച അവന് ക്രിസ്മസ് സമ്മാനമായി ഒരു ടെഡി ബിയറിനെ കിട്ടുകയാണ്. അതിനെ അവൻ ടെഡ് എന്ന് പേര് നൽകുന്നു. തൻ്റെ സുഹൃത്തായ ടെഡി ബിയറിന് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു.
ക്രിസ്മസ് ഈവിലെ ഈ ഒരു പ്രാർത്ഥന നേരായി ഭവിക്കുകയും ടെഡിന് ജീവൻ വെക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള കഥ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടെഡിയുടെ അവരാധിക്കലാണ് പിന്നീട് ചിത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.